ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് എനിക്കൊരു ഓഫ് ഡേ ആയിരുന്നു. എന്നാൽ പിന്നെ ചുമ്മാ വീട്ടിൽ ഇരിക്കാതെ എവിടെയെങ്കിലും പുറത്ത് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായി ഇപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. പുറത്തേക്കെന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പം ജോലി വീട് അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ ഒന്ന് ജസ്റ്റ് പുറത്ത് പോയി ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് ചൂസ് ചെയ്ത ഡെസ്റ്റിനേഷൻ കുറച്ച് സ്പെഷ്യലാണ്. അത് ഞാൻ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയുണ്ട് എങ്ങനെയാണെന്നൊക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഡ്രൈവർ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു 2.5 hours ഉണ്ടായിരുന്നു നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക്. നമ്മൾ കാനഡയിൽ ലണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്, ഒണ്ടാരിയോയിൽ. ഇത് നമ്മൾ പോകുന്നത് ടൊറൻഡോയിലേക്കാണ്. ഒരു ഓൾറെഡി പറഞ്ഞ പോലെ 2.5 hours ഉണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ഒരു 33 minutes കൂടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ കാറിൽ ഇരുന്ന് യാത്ര ചെയ്ത് നമ്മൾ അവിഞ്ഞു. മേക്കപ്പ് ഇട്ടതൊക്കെ നമ്മൾ അവിഞ്ഞ ലുക്കായി. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പോകുന്ന സ്ഥലം ഇതിന് വർത്താണെന്ന്. സോ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ ബാക്കി കാണാം. ഏതായാലും പോകുന്ന വഴിക്ക് നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇവിടെ എനിക്ക് എപ്പോഴും സ്കൈ ഭയങ്കര ക്ലോസ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന്, പക്ഷേ ഭയങ്കര സ്കൈ അടുത്തായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഹൈവേയിൽ നല്ല തിരക്കുമുണ്ട്. പ്രത്യേകിച്ച് ഇതിപ്പം ഫ്രൈഡേ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയം ഫ്രൈഡേ ഒരു 3:15 ടൈം. പക്ഷേ നല്ല തിരക്കാണ്, വീക്ക് ഡേ ആണ്, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. അങ്ങനെ നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹൈവേ എടുത്തിരിക്കുന്നത്. ഹൈവേ 4 ആണ് കേട്ടോ. ലണ്ടൻ ടു ടൊറൻഡോ സ്ട്രെയിറ്റ് റോഡാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റോഡിലെ കാഴ്ചകൾ. ഈ നമ്മൾ യാത്ര ചെയ്യുന്ന ലൈനിൽ അത്ര വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു. എന്നാലും കമ്പയർ ടു അതർ ലൈൻസ് ഇത് കുറച്ചുകൂടെ ഈസി ഗോയിങ് ആണ്. സോ അതാണ് നമ്മുടെ വഴികൾ. ഞാൻ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അകത്തെ കാഴ്ചകളൊക്കെ ഞാൻ അകത്ത് ചെന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഫുള്ളൊരു കറുപ്പ് മയം. ഇതാണ് ഈ പ്ലേസിൻ്റെ പേര്. ടൊറൻഡോയിലാണ് കേട്ടോ. എല്ലാവരും അടിപൊളിയാണെന്നൊക്കെ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടു, അങ്ങനെ വന്നതാണ്. സോ നമ്മൾ റെസിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ദെൻ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോ ഇവരെടുത്തു കേട്ടോ. ഇവിടെ നിന്ന് എടുത്ത് അത് കഴിഞ്ഞ് എനിക്കറിയത്തില്ല ഇതിൻ്റെ ബാക്കി എന്താണെന്ന്. ഈ പുള്ളി ഫോട്ടോ എടുത്തു. അതാണ് സ്ഥലം. നമ്മൾ അകത്തേക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ. ലെറ്റ്സ് സീ. വാവ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. ഇത് എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും, എല്ലാ പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. എസ്പെഷ്യലി പിള്ളേരൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് വരാം, എൻജോയ് ചെയ്യാം. ഒരു 1 day ട്രിപ്പിനുള്ള പരിപാടി ഉണ്ട്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം. എൻ്റെ അമ്മേ, അടിപൊളി. സോ ദിസ് ഇസ് മീ. ടൊറൻഡോയിലുള്ളവരും ഒണ്ടാരിയോയിലുള്ളവരെന്ന് ഞാൻ പറയും. ഒണ്ടാരിയോയിലുള്ളവരെ എല്ലാവർക്കും 1 time ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ടാണ് കേട്ടോ. ഇപ്പം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. സോ വീക്ക് ഡേയ്സിലായിരിക്കും ഇവിടെ എല്ലാ ഇവൻറ്റ്സിനും ആൾക്കാർ കുറവ്. സോ ജസ്റ്റ് ട്രൈ ഓൺ വീക്ക് ഡേയ്സ് ഐ മീൻ. നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. വാവ്, ഇത് എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇത് കിഡിലനാണ് കേട്ടോ, അടിപൊളി. ലൈക്ക് നമുക്കിവിടെ ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. പിന്നെ ഇതൊരു താമര ഷേപ്പുള്ളൊരു ഇതുമാണ്. പക്ഷേ ഇതിനകത്ത് ഫുൾ ബലൂൺസ്. പക്ഷെ അവർ പറഞ്ഞു ഇത് ഇടയ്ക്ക് പൊട്ടും, പക്ഷെ നിങ്ങൾ പേടിക്കൊന്നും ചെയ്യരുതെന്ന്. അടിപൊളി. പ്രത്യേകിച്ച് ഞാൻ പറയുവാണെങ്കിൽ പിള്ളേർക്ക് പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ്. പക്ഷെ വലിയൊരു, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സോ വലിയവർക്കും പറ്റും.
അടിപൊളിയാണ് കേട്ടോ, കിടിലൻ പ്ലേസ്. സോ നമ്മള് മുമ്പിൽ നിന്ന് കണ്ട ആ ബൗളിന്റെ അകത്തെത്തിയിരിക്കുകയാണ്. ആ ബോളിന്റെ അകം ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് നമുക്ക് ഇരിക്കാനുള്ള ബീൻ ബാഗ്സും കോട്ട് പോലെ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അകം ഇങ്ങനെയാണ്. എൻ്റെ വോയിസ് ഈ വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഇതിനകത്ത് നന്നായിട്ട് എക്കോ അടിക്കുന്നുണ്ട്. ഇറ്റ്സ് അമേസിങ്. ഇവിടെ ഉള്ള എല്ലാവരും ലൈഫിൽ വൺസ് വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. പിള്ളേർക്ക് ആടാൻ പറ്റിയ, ഊഞ്ഞാലാടാൻ പറ്റിയ ഒരു ചെറിയ സ്പേസ്. പിന്നെ ഇങ്ങനെ ചുമ്മാ ഇതെല്ലാം ഒരു ബബിൾ ബേസ്ഡ് തീമാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ പറ്റിയൊരു ഏരിയ ഇത്. ഓക്കെ, നല്ല ചെറിയ പിള്ളേരുടെ ഒരു ഏരിയ. അത് അവർക്ക് ചുമ്മാ കിടക്കാനും നമ്മുടെ റബ്ബർ ഡക്കീസിൻ്റെ ഇതൊക്കെ കൊള്ളാം കേട്ടോ. മമ്മി അങ്ങനെ കൊള്ളാം. നല്ലൊരു റൂം കേട്ടോ, ടക്കീസ് തീം ഒരു റൂം. കിടിലനാണ് കേട്ടോ. ഇത് ഒരു അടിപൊളി മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ് ടൊറൻഡോയിലുള്ളവർക്ക്. ടൊറൻഡോയിലുള്ളവർ മാത്രമല്ല, ഒൻറ്റാരിയോയിലുള്ള എല്ലാവരും വരാൻ പറ്റുന്നവരൊക്കെ വരണം. അടിപൊളിയാണ്. ഈ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത റൂമിലേക്ക് പോവാണ്. സോ നെക്സ്റ്റ് റൂം ഇസ് ഹിയർ. ഭയങ്കര അടുത്താട്ടോ, പക്ഷെ എനിക്ക് ഈ റൂമിൽ സത്യമായിട്ട് ഇറങ്ങാൻ തോന്നുന്നു പോലും, അത്ര അടിപൊളിയാണ്. കുറേ പിള്ളേരുടെ ഗെയിംസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ബലൂണുണ്ട്. ഈ ബലൂൺ വീർക്കുന്ന വരെ നമ്മളിങ്ങനെ ചവിട്ടി കൊടുക്കണം, എന്നിട്ട് നമ്മൾ മടുക്കും, അത് വേറെ കാര്യം. അങ്ങനെ ഇപ്പോൾ വന്ന് എൻ്റെ ബലൂൺ പൊട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. പൊട്ടി 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 ഗൈസ്. അപ്പം അങ്ങനെ എൻ്റെ ബലൂൺ പൊട്ടി. യെസ്. ഇങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ കുറച്ചെണ്ണമൊക്കെ കളിച്ചു. അങ്ങനെ ഇവിടെ മറ്റേ VR സെറ്റപ്പാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്കൊരു സ്പോട്ട് കിട്ടും. സ്പോട്ടിൽ ഇതും കിട്ടും, VRൻ്റെ സാധനവും. അപ്പം ഞാൻ പോയി ട്രൈ ചെയ്തിട്ട് വരാം. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി, ഒന്നും പറയാനില്ല. കറക്റ്റ് റിവ്യൂ പറയുന്നു. പറഞ്ഞോ ജേക്കബ്. VR കണ്ട് സാധനത്തിലൊക്കെ പിടിക്കാൻ പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് നമ്മുടെ അടുത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാല് പൊക്കി വെച്ചിട്ട് വേണം കാണാമെന്ന്. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് കറക്റ്റായിട്ടും. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് സത്യമായിട്ട് ഈ സാധനം വീട്ടിൽ കൊണ്ടുപോയി കൊള്ളാറുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറും ഇതുണ്ട്. ഇതും ഒരു ബബിൾ ബേസ്ഡ് ഒരു ചെയറാണ് നമ്മളിരിക്കുന്നത്. ചെയറല്ല, ഇറ്റ്സ് ആക്ച്വലി ഒരു സ്വിങ് പോലത്തെ. അടിപൊളി. ഇത് നല്ല, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഉണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് വരെ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം. ഇങ്ങനെയെല്ലാം നമ്മളെ ഇട്ട് കാണും. അങ്ങനെ നമ്മുടെ ബബിൾ പ്ലാനറ്റിലെ എക്സ്പീരിയൻസ് കഴിഞ്ഞു. അപ്പം